തന്നെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കണ കാണാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് സെക്ഷനിലോ തേർഡ് സെക്ഷനിലോ വരുമ്പോൾ ഇനിയിപ്പോൾ ഉടമ്പടി എടുത്തു, നിങ്ങൾ ഉടമ്പടി ഉഴപ്പി, പിന്നെ നിങ്ങൾ കൃപാസനത്തിൽ വന്നില്ല, പിന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സേഫായിട്ടിരുന്നാലും നിങ്ങൾ സേഫ് അല്ല. കാര്യം എന്താണ്? നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നതാണ്. ചെയ്തിരിക്കണ കൊണ്ട് തന്നെ നമ്മൾ ഉടമ്പടി അവിശ്വസ്തത കാണിച്ചാലും ദൈവം വിശ്വസ്തനായത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്യൂട്ടി ഹെവി ആവും. ഉടമ്പടി വെച്ച കാലത്തുള്ളതിനേക്കാൾ ലൈഫ് മുമ്പത്തെക്കാളും ഗുരുതരമാകും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ റീൽസും സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ ജീവിതത്തിൽ ഒരിടത്തും എത്താൻ പോകുന്നില്ല. വിജയിച്ച ഏതെങ്കിലും വ്യക്തി ഇങ്ങനെ സമയം കളയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അവർ എപ്പോഴും പുതിയ സ്കിൽസ് പഠിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ മുന്നേറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോൺ എടുത്ത് സൂപ്പർനോവ AI ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് മെച്ചപ്പെടുത്തൂ. നോക്കൂ, ഈ കാലത്ത് വലിയ ഡിഗ്രിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ് ആയി സംസാരിക്കാൻ അറിയുക എന്നത്. നമ്മളിൽ പലരും വീഡിയോസ് കണ്ടാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ ആരുടെയെങ്കിലും കൂടെ സംസാരിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ ഏറ്റവും ഫാസ്റ്റ് വഴി സൂപ്പർനോവ AI ആണെന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു AI ടീച്ചറിന്റെ കൂടെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. അവർ മലയാളത്തിൽ തന്നെ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ ദിവസവും 10 മുതൽ 15 മിനിറ്റ്സ് വരെ പ്രാക്ടീസ് ചെയ്യുക. 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സ്പീക്കിംഗ് കോൺഫിഡൻസ് ഇംപ്രൂവ് ആകും. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? പക്ഷേ 50 ലക്ഷത്തിലധികം പേർ സൂപ്പർനോവ AI വഴി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ വെറും 9 രൂപയ്ക്ക് സൂപ്പർനോവ AI സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങും. ജീവിതത്തിൽ മുന്നേറും. അതുകൊണ്ട് 2026ലും നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കാനാണ് ആഗ്രഹമെങ്കിൽ റീൽ സ്ക്രോൾ ചെയ്തിരുന്നോളൂ. എനിക്കെന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. ഞാൻ എല്ലാ സമയത്തും ഓൺലൈനിലുണ്ട്, എന്നിട്ടും ഫുൾ ടൈം ലോൺലി ആണ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വെറും പ്രതിമകളാണ്. ഒരു പുതിയ ആളുമായി ഞാൻ സംസാരിച്ചിട്ട് മാസങ്ങളായി. എന്നാൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ഏകാന്തത മാറ്റാൻ കഴിയുമെങ്കിലോ? ഇതാണ് ഫ്രണ്ട് ആപ്പ്. സ്ത്രീകൾ അതായത് നമ്മളിപ്പോൾ ഉടമ്പടി എടുത്തു, ഉടമ്പടി ഉഴപ്പി, പത്രം കൊടുത്തില്ല, കുമ്പസാരിച്ചില്ല, കുർബാന കൂടിയില്ല എന്നൊക്കെ പറഞ്ഞ് തൽക്കാലത്തേക്ക് നമുക്ക് പറയാം ഉടമ്പടി എന്നാൽ എനിക്ക് കാര്യങ്ങളെല്ലാം ദൈവം ചെയ്ത് തരുന്നുണ്ട്, ഉഴപ്പിയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് അങ്ങനെയാണ്. പക്ഷേ ഒരു 3 മാസമോ 6 മാസമോ കഴിയുമ്പോൾ ഈ ആൾക്കാർക്ക് സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉടമ്പടി അവരെടുക്കാൻ വന്നതിനേക്കാളും ഗ്രാവിറ്റിയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ പിന്നെ വരാൻ തുടങ്ങും. പണ്ട് അവർക്കുണ്ടായിരുന്ന ഭാരങ്ങളെ കൊണ്ട് കഴുത്ത് ഉളുക്കത്തില്ലായിരുന്നു, പിന്നീട് കഴുത്ത് ഉളുക്കുന്ന ഭാരങ്ങൾ വരും. അപ്പോൾ പിന്നെ എന്നാ ചെയ്യുക? അവർ ഭൂരിഭാഗം മനുഷ്യരും തിരിച്ചു വന്ന് ഉടമ്പടി പുതുക്കിയിട്ട്, ഇപ്പോൾ സോഫി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ സാക്ഷിയാണ്. അപ്പോൾ അവൾ ഈ ആഴ്ച ഉള്ളതാണ്. അവളെന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉടമ്പടി ഉഴപ്പിയിട്ടും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് കാര്യങ്ങളെല്ലാം ഉതക്കാൻ തുടങ്ങി, കയ്യിൽ നിന്ന് വിട്ടുപോണ പോലെയായി. അപ്പോൾ അവരെന്നാ ചെയ്ത് അവൾ രണ്ടാമത് കുമ്പസാരിച്ച് ഉടമ്പടി പുതുക്കിയിട്ട് ഈ പണ്ട് പത്രം കൊണ്ട് വെച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ഇവൾ മറന്നുപോയായിരുന്നു. ആ പത്രം കൊടുത്തില്ല. വീടിൻ്റെ അലമാരുടെ മുകളിലും പെട്ടിയിലും അവിടെ ഇവിടെയൊക്കെ പഴയ പത്രങ്ങൾ അങ്ങനെ ഇരിക്കും. എന്നിട്ട് അവസാനം മാതാവ് ഓരോന്നേ കാണിച്ചു കൊടുക്കും. കാര്യം എന്താണ്? അതെല്ലാം കടവല്ലേ. അതാണ് വിഷയം. നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ട് ആ പത്രം കൊടുക്കാൻ അത് വേറെ വല്ല കടയിലൊക്കെ വല്ലൊക്കെ അറിയാതെ എടുത്ത് ഉടമ്പടി എടുക്കാത്തൊരു വീട്ടിൽ വല്ല പ്രാന്തും കാണിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒന്നൊന്നര തീരുമാനം വരുന്നു. പണി വരുന്നുണ്ട് വറാച്ചാന്ന് പറയത്തില്ലേ, അതുപോലെ. എന്താ കാര്യം? അത് ദൈവത്തെ ആക്ഷേപിച്ചതിന് തുല്യമാണ്. പിന്നെ ഇവർ ഇക്ഷ ഇണ്ണ എന്നൊക്കെ പറഞ്ഞ് വരക്കും. മര്യാദക്കൊന്നും വരക്കണ കാണാം, ഒരു കുഴപ്പമില്ല വരക്കും. അപ്പോൾ അതിന് നിങ്ങൾക്ക് മാർഗ്ഗമില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഇരട്ടി പത്രം വാങ്ങിച്ചിട്ട് വീണ്ടും പത്രം പ്രാർത്ഥനയോടെ വിതരണം ചെയ്യുക. അത് തന്നെ ചെയ്യാതെ വേറെ മാർഗ്ഗമില്ല. അതിന് പകരം ആർക്കെങ്കിലും കാശ് കൊടുത്ത് ആശുപത്രിയിൽ പോയി പൊതിച്ചോറ് കൊടുക്കുന്നൊരു കാര്യമില്ല. എന്താണ് നിങ്ങൾ ഉഴപ്പിയത് ആ സാധനം പൂർവാധിക ശക്തമായിട്ട് അത് തന്നെ ചെയ്യേണ്ടി വരും. സോഫിയയ്ക്ക് മാതാവ് അവൾ ഒളിച്ചു വെച്ച പത്രങ്ങളെല്ലാം സ്വപ്നത്തിൽ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ കാര്യം ഒറ്റ നടക്കാൻ പോകത്തില്ലെന്ന് മനസ്സിലായില്ലേ? അവളുടെ കാര്യങ്ങളെല്ലാം അവൾ വിചാരിക്കുന്നതിനേക്കാൾ സെറ്റായിട്ട് മാതാവ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചതിന് ശേഷമാണ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചതിന് ശേഷമാണ്. ഞാൻ എപ്പോഴും ഓർക്കും, ഈ ഉടമ്പടി ഓരോരോ കൊല്ലം ചെല്ലുന്തോറും ഇപ്പം നമ്മൾ പറയണത് പലപ്പോഴും കോമൺ പബ്ലിക്കിന് മനസ്സിലാവത്തില്ല. അങ്ങനെ കൃപാസനം അനുഭവിക്കുന്ന ഒരു ആധ്യാത്മിക പ്രതിസന്ധിയാണ്. ഞങ്ങൾ ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ കോമൺ പബ്ലിക്കിന് മനസ്സിലാവത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ പബ്ലിക്കിന് ഇപ്പോൾ ഈ ദിവസങ്ങളൊരു സാക്ഷ്യമുണ്ടായി. ഡോക്ടർ സിസിര പറയണത്, ഇതിൻ്റെ അകത്ത് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവരൊരു പീഡിയാട്രിക്കാണ്, ശിശുരോഗ വിദഗ്ധയാണ്. അപ്പോൾ അവർ പറയണത് ഇതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങൾ ലോജിക്കല്ല. ഡോക്ടേഴ്സ് എങ്ങനെ കാണുന്നത്? ഡോക്ടേഴ്സ് ഒരു വിഷയത്തെ കാണുന്നത് സയൻറ്റിഫിക് ഓർ നോട്ടെന്നേ കാണത്തുള്ളൂ. അപ്പോൾ സയൻറ്റിഫിക് അല്ലാത്ത അവരുടെ ബ്രെയിൻ അങ്ങനെ കുറേ നാൾ മെഡിക്കൽ സയൻസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ, സയൻസ് ബേസിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ബ്രെയിനെല്ലാം പ്രത്യേക രീതിയിൽ ടോണ്ടായി. എന്താണ്?
ലോജിക്ക് കൺകർ ചെയ്യാത്ത, റീസൺ കൺകർ ചെയ്യാത്ത, യുക്തിസഹമല്ലാത്ത വിഷയങ്ങളെല്ലാം അവർ റിജക്റ്റ് ചെയ്യും. പക്ഷേ എപ്പോഴും നമുക്ക് വരുന്ന വിഷയം യുക്തിസഹമല്ല. നമുക്കിപ്പോൾ ഉപ്പ്, ഒരു ചിലർ ഉപ്പ് കൊണ്ടുപോയി തളിക്കത്തില്ലേ? എവിടെയാണ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ വാതിക്കൽ കൊണ്ടുപോയി കൃപാസനം ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. ചിലർ ആശുപത്രി പോകാൻ നേരത്തെ സ്കാനിങ് തുടങ്ങുമ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് കൃപാസനം ഉപ്പിട്ട് ആ സ്കാനിങ്ങിൻ്റെ വാതിക്കൽ ഉപ്പ് തരിയിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. അപ്പോൾ ഇതൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ കോമൺ പബ്ലിക്കിന്, പുറത്തുള്ള ആൾക്കാർക്ക് ഇത് എന്തോ ഒരു മനുഷ്യനെ പറ്റിക്കൽ പരിപാടിയാണെന്ന് തോന്നും. അതാണ് ലോജിക്കലായിട്ട് കൺകർ ചെയ്യുന്നില്ലല്ലോ. നമ്മളിടുന്ന ഉപ്പും ഈ നടക്കാൻ പോകുന്ന സംഭവവും തമ്മിൽ കൺകർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ലോജിക്കലല്ലെന്ന് പറയണത്. ലോജിക്കലല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവസാനം ഈ ഡോക്ടർ ശിശിരയും ഇതിനകത്ത് പകുതി മുക്കാലും ലോജിക്കലല്ല എന്നുള്ള ആശയമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു പ്രോബ്ലം വരുന്നത്, മറ്റുള്ളവർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലോജിക്കൽ അല്ലെന്ന് തോന്നിയാലും വെൻ ഇറ്റ് ബിക്കംസ് അവർ ഓൺ പേഴ്സണൽ അഫെയർ, നമ്മളുടെ സ്വന്തം കാര്യമായിട്ട് ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ലോജിക്ക് നോക്കത്തില്ല, സയൻസ് നോക്കത്തില്ല, കാര്യം നടക്കുവാനേ നോക്കത്തുള്ളൂ. അതാണ് വിഷയം. നമ്മളുടെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അവർ ചെയ്യണ ലോജിക്കല്ല എന്നൊക്കെ പറയാം നമുക്ക്. പക്ഷേ നമ്മൾക്ക് സ്വന്തമായിട്ടൊരു വിഷയം ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെന്താണ് ചെയ്യണത്? എത്രയും വേഗം അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്കത്തുള്ളൂ. അത് ലോജിക്കാണോ സയൻറ്റിഫിക്കാണോ അല്ലല്ല, ലോജിക്കല്ലേ എന്നല്ല മനുഷ്യൻ നോക്കണത്. എന്താ കാര്യം? ലോജിക്കോ സയൻറ്റിഫിക്കോ അല്ലെങ്കിൽ സെൻസിബിളോ ആണോ അല്ലേ എന്നല്ല പ്രശ്നം. രക്ഷപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറയണത്. അതിൻ്റെ ലോജിക്ക് എന്നുള്ളത് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അവസാനം ഇങ്ങനെ ഇരുന്ന് വെച്ച് ഡോക്ടർ ശിശിരയ്ക്ക് ഒരു വ്യക്തിപരമായ പ്രശ്നം വന്ന് അവരുടെ ആദ്യത്തെ കുഞ്ഞിന് ഒരു സിബ്ലറ്റിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് അവർ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റായി. ഇപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയപ്പോൾ അതിന് കുറേ പ്രോബ്ലംസ് വന്നു. ഇവരാരാണ്? ശിശുരോഗ വിദഗ്ധയാണ് അല്ലേ? അപ്പോൾ ഇവരുടെ കുഞ്ഞിന് പ്രശ്നം വന്നപ്പോഴേ ഈ ലോജിക്ക് അവിടുന്ന് മാറും. അതാണ് ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ലോജിക്കല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് സ്വന്തമായൊരു പ്രശ്നം വരുമ്പോഴാണ് വിശ്വാസം എന്താണ്, ലോജിക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. മറ്റുള്ളവരെ നമുക്ക് അത് ലോജിക്കല്ല, റീസണബിൾ അല്ല എന്നൊക്കെ പറയാമെങ്കിലും നമ്മളുടെ ഒരു വിഷയമായി മാറുമ്പോൾ നമ്മളെ ഫെയ്റ്റിനെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യും. നമ്മുടെ ഫെയ്റ്റിന് നമ്മളുമായിട്ടൊരു അഭിമുഖം വരുന്ന ഒരു സമയത്ത് നമ്മൾ നോക്കുന്നത് അത് ആ ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ് ലോജിക്കലാണോ നോൺ സെൻസ് ആണോ എന്നല്ല പ്രശ്നം. രക്ഷപ്പെടുക എന്നുള്ളതായിരിക്കും അവിടെ ലോജിക്ക്. അപ്പോൾ ഈ കുഞ്ഞിനെ വയറ്റിൽ കിടക്കുന്ന ഗർഭസ്ഥ ശിശുവിന് പ്രോബ്ലംസ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവരെന്നാ ചെയ്യണത്? ഇവർ നേരെ കൺവേർട്ട് ചെയ്യും. തൽക്കാലം സയൻസിനെ മാറ്റിവെക്കും. അതാണ് വിഷയം. ഇത് എന്ത് ചെയ്യും? അവർ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം അടിവയറ്റിൽ കുരിശിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. ആ സാക്ഷ്യം കേൾക്കുന്നത് നല്ലതാണ്. ഞാൻ ആ രീതിയിലാണ് ആ സാക്ഷ്യം എടുത്തത്. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യും? പിന്നീട് പറയും, ഞാൻ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സ്കാനിങ് മെഷീൻ്റെ അവിടെ കൊണ്ടുപോയി ഉപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. എൻ്റെ അപ്പോൾ കാര്യം പറയാൻ കണ്ടില്ലേ? അപ്പോൾ എൻ്റെ ടോട്ടലി സയൻറ്റിഫിക് ആൻഡ് ലോജിക്കുമായിട്ട് ഒരു ബ്രെയിൻ ടോൺ ചെയ്താലും എന്നിട്ട് ഇവർ ഈ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ശിശുര പറയണത് പല കാര്യങ്ങളും ബിയോണ്ട് സയൻസ് ആണ്. ആൻഡ് ബിയോണ്ട് സയൻസ് ദർ ഇസ് എ പവർ. டெய்லி லைஃப்ல டைம் வேஸ்ட் பண்ணிட்டு எந்த ப்ரோக்ரஸும் இல்லைன்னு ஃபீல் பண்றீங்களா? லிசன் கேர்ஃபுல்லி. நம்பர் 1, மார்னிங்ல லேட்டா எழுந்திருக்கிறது. കാര്യം എന്താണ്? അവർ ബിയോണ്ട് സയൻസ് ദർ ഇസ് എ പവർ. പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നത് ബിയോണ്ട് സയൻസ് ആണ്, ശാസ്ത്രാതീതമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ശാസ്ത്രത്തിനപ്പുറത്ത് ഒരു ശക്തി എല്ലാ മേഖലകളിലും നമ്മളെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ശാസ്ത്രപ്പുറത്ത്. ഇനി ശാസ്ത്രത്തിന് പുറത്ത് ഒരു എല്ലാ വിഷയങ്ങൾക്കും വരുന്ന ഒരു ഫെയ്ത്തിൻ്റെ ഓപ്ഷൻ, വിശ്വാസത്തിൻ്റെ ഒരു സാധ്യത. ഈ വിശ്വാസത്തിൻ്റെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാലും അത് നമ്മളിലേക്ക് ആപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മെഷീനറി, അതാണ് പ്രോബ്ലം. ഇപ്പോൾ ഡോക്ടർ ശിശിര പറയുന്നു ബിയോണ്ട് സയൻസ് ദർ ഇസ് എ പവർ. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. എന്നിട്ട് ഈ പവറിനെ പക്ഷേ നമ്മളുടെ ഗർഭത്തിൽ കിടക്കുന്ന ഈ കുഞ്ഞിൻ്റെ വൈകല്യങ്ങളിലേക്ക് എങ്ങനെയാണ് ഈ പവറിനെ ആപ്ലിക്കേറ്റ് ചെയ്യണത്? അതിന് ബൈബിൾ ഉപയോഗിക്കുന്ന തിയറി എന്താണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് തിരിച്ച് മറച്ചു വിട്ടാൽ എന്താ പറയണത്? നോട്ട് ബൈ ലോജിക് ബട്ട് ബൈ ഫെയ്ത്ത്. അല്ല, അപ്പോൾ ലോജിക് ഇല്ല ഇവിടെ ജീവിതത്തിൽ. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് നമ്മൾ പറയുന്നില്ലേ? അതാണ് ഇതിൻ്റെ ഈ ഉടമ്പടിയുടെ ബേസിക് പ്രിൻസിപ്പിൾ. അതാണ്. അതെന്താണ്? അത് പഴയ നിയമവും പുതിയ നിയമവും കൺകർ ചെയ്യുന്ന ഒരു ഫോർമുലയാണ്. പുതിയ ആൾക്കാർക്ക് അത് കേൾക്കണം. പണ്ടൊക്കെ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, എഫേസ്യോസ് 2:8 എഫേസ്യോസ് 2:8. എഫേസ്യോസ് എന്ന് പറയുമ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനമാണ്. എഫേസ്യോസ് സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അതായത് ആർജിതമല്ല, അനുഗ്രഹമാണെന്ന് പറയത്തില്ലേ?
അപ്പോൾ നമ്മളുടെ ഈ ലോകത്തുള്ള എല്ലാ വിഷയങ്ങൾക്കും രണ്ടായിട്ട് തിരിക്കും നമ്മൾ. എന്താണ്? ആർജിതവും എന്ന് വെച്ചാൽ ആർജിതം നമ്മൾ നേടിയെടുത്തത്, പിന്നെ അനുഗ്രഹപ്രകാരം. ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് പറ്റത്തില്ല, അതാണ് എൻ്റെ വിഷയം. ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നേടിയെടുക്കാൻ പറ്റാതെ വരുമ്പോൾ പിന്നെയുള്ള മാർഗം എന്താണ്? പ്രാർത്ഥനയല്ല, പ്രഖ്യാപനമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? പ്രഖ്യാപനം തന്നെ. ഇപ്പോൾ പ്രാർത്ഥന, പ്രഖ്യാപനം, പ്രയോഗം, വിശ്വാസം. നമുക്ക് ദൈവത്തിന് ഇത് സാധ്യമാണെന്ന് പറയുമ്പോഴും ഈ ദൈവത്തിന് ഡോക്ടർ ശിശുയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ വൈകല്യങ്ങളിലേക്ക് ആപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 തരം മിഷനറിയാണ് ഉപയോഗിക്കുന്നത്. ഒന്നെന്താണ്? പ്രെയർ. രണ്ടാമത്തെ എന്താണ്? പ്രഖ്യാപനം. മൂന്നാമത്തത് എന്താണ്? പ്രയോഗം. സാധാരണ ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ ആത്മീയ മേഖലയിലും ദൈവത്തിൻ്റെ കൂടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരും ആത്മീയമായിട്ടൊക്കെ കാര്യങ്ങൾ സമീപിക്കുന്നവരും പകുതി മുക്കാലും ഉപയോഗിക്കുന്നത് പ്രാർത്ഥനയാണ് ഉപയോഗിക്കുന്നത്, സാധാരണ ഉപയോഗിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ പ്രോബ്ലം, യഥാർത്ഥ പ്രോബ്ലം അതിൻ്റെ അത് ഇൻവെസ്റ്റ്മെൻറ്റ്, ലോ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതാണ് ഏറ്റവും പ്രശ്നം. ലോ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രാർത്ഥനയുടെ ഒരു പരാധീനത എന്ന് പറയുന്നത് ലോ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതായത് താഴ്ന്ന നിലവാരത്തിലുള്ള നിക്ഷേപം. എന്താ താഴ്ന്ന നിലവാരത്തിലുള്ള നിക്ഷേപം എന്ന് പറയുന്നത്? നമുക്ക് പ്രാർത്ഥനയ്ക്ക് മുതൽ മുടക്കൊന്നും ഇല്ലല്ലോ. എന്ത് ചെയ്യണം? നമ്മളിരുന്നുകൊണ്ട് ചിലർക്ക് കർണക്കൊന്ത ചെല്ലും. അത് മടിച്ചുകൾ മാത്രമേ കർണക്കൊന്ത ചെല്ലത്തുള്ളൂ. ജപമാലയെക്കുറിച്ചൊക്കെ ആഴമായ ബോധ്യങ്ങളില്ലാത്തവരാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. കണക്കൊന്ത സഭയുടേതാണ്, അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ അതേസമയം തന്നെ എപ്പോഴും ഓർക്കേണ്ടത് രക്ഷാകര ദിവ്യരഹസ്യങ്ങൾ അട്ടിമുട്ടി നിറഞ്ഞു നിൽക്കുന്ന കാലത്തിലൂടെ പ്രയോഗിച്ച് യുദ്ധങ്ങൾ ജയിച്ച പരിശുദ്ധ ജപമാല നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ബുദ്ധിബോധമുള്ളവർ വേറെ അത് ഉപയോഗിച്ചിട്ട് മാത്രമേ മറ്റുള്ള അതിനേക്കാൾ ഇതുവരെ പ്രൂവൺ ചെയ്യാത്ത വിഷയങ്ങൾ ഉപയോഗിക്കത്തുള്ളൂ. ഇതൊക്കെ പ്രൂവ് ചെയ്യണം. ഇപ്പോൾ കണക്കൊന്തൊക്കെ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? 50 കൊല്ലം പോലും ആയില്ല. അതൊക്കെ പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. അതിൻ്റെ വിശ്വാസ രാക്ഷസന്മാരൊക്കെ വരുമ്പോൾ പ്രൂവ് ചെയ്യാമായിരിക്കും. പക്ഷേ കണ്ടൻറ്റ് വൈസ് എപ്പോഴും എന്താണ്? കൃപാസനം എപ്പോഴും പ്രൊമോട്ട് ചെയ്യണം. എന്താണ്? ജപമാല മാത്രമേ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ, വേറെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മറ്റേ തെറ്റാണെന്നല്ല പറയുകയല്ല, അത് സഭ അംഗീകരിച്ചതാണ്. പക്ഷേ മിഷനറിയുടെ പവർഫുൾനെസ് വ്യത്യാസമുണ്ട്. രക്ഷാകര സംഭവങ്ങളെ അഷാദ രഹസ്യം മുതൽ സുലോകൻ്റെ ആജ്ഞയായിട്ട് മുടിതിരിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മാതാവിനെക്കുറിച്ചല്ല ധ്യാനിക്കുന്നത്. സമ്പൂർണ്ണ ബൈബിളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. രക്ഷാകര സംഭവങ്ങൾ അതിൻ്റെ വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്. അതിത്തിരി പാടുവാണ് ശരിക്കും പറഞ്ഞാൽ. അതല്ല, ശരിക്കും പാടുവാണ്. അപ്പോൾ കൃപാസന മിനിസ്റ്ററുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ജപമാല ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അച്ഛന് വേറെ ഒരു ഓപ്ഷൻ തരാനില്ല. കാരണം ജപമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റി നിർത്തിയിട്ട് ലളിതമായ എന്തെങ്കിലും ലഘുരൂപങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം, അതിൻ്റെ ഒരു റിസൾട്ട് അതിന് ആനുപാതികമായിരിക്കും. ഇപ്പോൾ ജപമാലക്കാണെങ്കിൽ യുദ്ധങ്ങൾ ജയിച്ച ചരിത്രമുണ്ട്, ജനലക്ഷങ്ങളെ മനസാന്തരപ്പെടുത്തിയ തലമുറകളെ അതിജീവിപ്പിച്ച ചരിത്രമുണ്ട്. അത്രയും വലിയ മിഷനറി ചരിത്രത്തിൽ നിൽക്കുമ്പോൾ തന്നെ അത് മാറ്റിവെച്ചിട്ട് കരുണയായിരിക്കണമെന്ന് മാത്രം ഇങ്ങനെ 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വരുന്നത് ബിഗിനേഴ്സിന് കുഴപ്പമില്ല. പക്ഷേ ജപമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കും. ഇതിൻ്റെ പേരിൽ ജപമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് പലരുടെയും ആധ്യാത്മിക തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. കാര്യം നിങ്ങളിത് കളയാതെ തന്നെ ജപമാല അതിൻ്റെ ചൈതന്യത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ മറ്റുള്ള കർണക്കൊന്ത പോലെയുള്ള ചെല്ലേണ്ടതായിരുന്നു. അത് വളരെ സീരിയസ് ആയിട്ട് പറയേണ്ടതാണത്, വളരെ സീരിയസ് ആയിട്ട്. വെറും ₹1 കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിദ്യ ആപ്പ് സ്റ്റാർട്ട് ചെയ്യാം. വീട്ടിലിരുന്നു കൊണ്ട് പാർട്ട് ടൈമായി ഡെയിലി എങ്ങനെ പണം സമ്പാദിക്കാമെന്ന് ഇവിടെ പഠിക്കാം. ബിൽ ഗേറ്റ്സ് ചെയ്തു, ടാറ്റ ചെയ്തു, ജുൻജുൻവാല ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? വിദ്യ ആപ്പിൽ ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, പേടിഎം